അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ ഇറാനുമായി വെടിനിർത്തലിന് ഇസ്രയേൽ സമ്മതിച്ചതായി പുതിയ റിപ്പോർട്ട്. ഇറാനുമായി വെടിനിർത്തൽ കരാറിൽ എത്തിയതായി ഇസ്രയേലിൽ നിന്നുള്ള ആദ്യ ഔദ്യോഗിക സ്ഥിരീകരണമാണിത്. ഓപ്പറേഷൻ റൈഡിംഗ് ലയൺ എന്ന ലക്ഷ്യങ്ങളും നേടിയെടുത്ത ശേഷമാണ് വെടിനിർത്തലിന് ധാരണയായതെന്ന് ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയം എക്സിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഇറാൻ വെടിനിർത്തൽ ലംഘിച്ചാൽ ഇസ്രയേൽ വീണ്ടും യുദ്ധത്തിലേക്ക് കടക്കുമെന്ന് അതിൽ പറഞ്ഞു നിർത്തുന്നുണ്ട്. ജൂൺ 13-ന് ഇസ്രയേൽ ആരംഭിച്ച യുദ്ധത്തിൽ ഇസ്രയേലും ഇറാനും വെടിനിർത്തൽ കരാറിലെത്തിയതായി ട്രംപ് പ്രഖ്യാപിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇസ്രയേലിന്റെ ഈ പ്രഖ്യാപനം വന്നത്. ട്രംപിന്റെ പ്രഖ്യാപനത്തിന് ശേഷം ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് ഇസ്രയേലുമായി വെടിനിർത്തൽ കരാറിലെത്തിയതായി ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം രാത്രിയിൽ അടിയന്തര സുരക്ഷാ സമ്മേളനം വിളിച്ചു ചേർത്ത് ഇസ്രയേൽ എല്ലാ ലക്ഷ്യങ്ങളും നേടിയതായി അവകാശവാദം ഉന്നയിക്കുകയായിരുന്നു. മാത്രമല്ല, ഇറാനെതിരെയുള്ള സൈനിക ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാക്കിയെന്നും നെതന്യാഹു വാദിക്കുന്നുണ്ട്. ഉഭയകക്ഷി വെടിനിർത്തലിലുള്ള അമേരിക്കൻ പ്രസിഡന്റ് നിർദ്ദേശത്തോടെ ഇസ്രയേൽ യോജിക്കുന്നുവെന്നും വെടിനിർത്തലിന്റെ ഏതൊരു ലംഘനത്തിനും ഇസ്രയേൽ ശക്തമായി പ്രതികരിക്കുമെന്നും നെതന്യാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. അതേസമയം ഇസ്രയേൽ ഇറാൻ വെടിനിർത്തലിന് മധ്യസ്ഥത വഹിക്കാൻ ട്രംപ് ഖത്തറിനെ സമീപിച്ചതായാണ് വിവരം. ഇരുവിഭാഗങ്ങളെയും വെടിനിർത്തലിലേക്ക് കൊണ്ടുവരാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ ശ്രമങ്ങളിൽ ഖത്തർ നിർണായക പങ്ക് വഹിച്ചതായി ഫോക്സ് ന്യൂസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഖത്തറിലെ അമീർ തമീം ബിൻ ഹമദ് അൽത്താനിയുമായി ട്രംപ് സംസാരിച്ചതായും ഇസ്രയേൽ വെടിനിർത്തലിന് ഇതിനകം സമ്മതിച്ചിട്ടുണ്ടെന്നും ട്രംപ് അറിയിച്ചതായും വാർത്തകൾ പുറത്തുവരുന്നുണ്ട്.